ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ആ താല്പര്യത്തിനനുസരിച്ച് അവരവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീട് അവരവർ വെക്കുക. ഇതുപോലെ ഈ ഒരു പ്രകൃതി ഇഷ്ടപ്പെടുന്ന, കൃഷി ഇഷ്ടപ്പെടുന്ന, ഈ ഒരു ചെറിയൊരു വീട് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതേ രീതിയിലുള്ള വീടുകൾ വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ നല്ല ഡിസൈനൊക്കെ സിദ്ധാർത്ഥേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ്ങിനും മറ്റും ആവശ്യത്തിന് നിങ്ങളെ വിളിച്ചാൽ മതി. ഇത് ഓക്സൈഡ് ആണ്. സാധാരണ നമ്മൾ റെഡ് ഓക്സൈഡും ബ്ലാക്ക് ഓക്സൈഡും കണ്ടുള്ളൂ. ഇത് ഗ്രീൻ ഓക്സൈഡ് ആണ്. ഗ്രീൻ ഓക്സൈഡ് ആണ്. ഇത് പക്കയായി ചെയ്തതല്ല, ടൈൽസ് ഇടും. പിന്നെ തൽക്കാലം ഒരു ഫിനിഷ് ചെയ്തിടാൻ വേണ്ടി ചെയ്തതാണ്. ഇവിടെ നമുക്കൊരു കർട്ടൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ പ്രൈവറ്റ് ഏരിയയും കോമൺ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം സാധാരണ വീടുകൾക്ക് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പ്രൈവസി എന്നുള്ളത്. കാരണം വീടിന്റെ ബെഡ്റൂം, അടുക്കള, ഡൈനിങ് ഒക്കെ പ്രൈവറ്റ് ഏരിയ ആണ് സത്യത്തിൽ. അത് പുറത്തുനിന്ന് വരുന്ന അതിഥികൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ആൾക്കാർക്കോ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടാവരുത്. അപ്പൊ പ്രൈവറ്റ് ഏരിയയും കോമൺ ഏരിയയും സെപ്പറേറ്റ് ആയിരിക്കണം. അപ്പൊ എപ്പോഴും ഒരു എന്റെ ഡിസൈനിങ്ങിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഡൈനിങ് വേറെ ആയിരിക്കും, അത് വീടിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ലിവിങ്ങും സിറ്റ് ഔട്ടും മാത്രം പുറത്തേക്ക്. അപ്പൊ അതിനൊരു പാർട്ടീഷൻ വേണം. അപ്പൊ ഇതിവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. ഇതൊരു കർട്ടൻ കൊടുത്തു കഴിഞ്ഞാൽ ഗസ്റ്റുകൾ ആരെയും വന്നു കഴിഞ്ഞാൽ അവർക്ക് വീടിന്റെ റെസ്റ്റ് ഓഫ് ദി പാർട്ടുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ഇവിടെ ആരും എതിലെ പോയാലും എന്ത് ചെയ്താലും അറിയില്ല. ഇവിടുന്നാണ് എല്ലാ സ്ഥലത്തേക്കുള്ള എൻട്രൻസ്. ഈ ഇടനാഴി 5 മീറ്റർ നീളവും 4 അടി വീതിയും ഒരു ഇടനാഴിക. പഴയ വീടുകളിലൊക്കെ ഇത് കാണാൻ പറ്റും അല്ലേ? വാഷ് ബേസിൻ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് ഇതിനോട് തൊട്ടടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് ഇവിടെ ഒരു വേറൊരു ചെറിയ ബെഡ്റൂം. ഇത് ഏകദേശം 150 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്ന ഒരു ബെഡ്റൂമാണ്. 4.25 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും. അതാണ് ഈ റൂമിന്റെ സൈസ്. ഇത് കന്നിമൂലയിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതാണ് കന്നിമൂല. കന്നിമൂല ആ മൂല ആയതുകൊണ്ട് അവിടെ അങ്ങനെ വെച്ചിട്ട് അവിടെ ഒഴിവാക്കിയത്. ഇവിടെ ഡബിൾ കോട്ട് കട്ടിലിനുള്ള വീതി ഇവിടെ ഉണ്ട്. മേശ നമുക്ക് അയൺ ചെയ്യാനും വായിക്കാനും എഴുതാനൊക്കെ വേണമെങ്കിൽ ഈ മേശ ഉപയോഗിക്കാം. ഇത്രയൊക്കെ ആവശ്യം ഒരു ബെഡ്റൂമിലുള്ളൂ. ഇത് റെഡിമെയ്ഡ് പ്ലൈവുഡ് ഡോറാണ്. 2800 രൂപയാണ് ഇതിന്റെ വില. 10 വർഷം ഗ്യാരണ്ടി തരുന്നതാണ്. ഇനി ഇടനാഴികയിൽ ചെറിയൊരു ഷെൽഫ്, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വെക്കാം, മരുന്നുകളൊക്കെ വെക്കാൻ പറ്റും. ഇതാണ് ചെറിയ കിച്ചൺ. ഇതാണ് ചെറിയൊരു കിച്ചൺ. അപ്പോൾ ഇവിടെ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കിച്ചൺ. അതെ, ഈ കിച്ചണാണ് എല്ലാവർക്കും. 2 സൈഡിലും കിച്ചൺ റാക്ക് ഉണ്ടല്ലോ. ഒന്ന് വീതി കുറഞ്ഞതാണ്, അടുപ്പൊക്കെ ഈ ഒരു ഇവിടെയാണ് വരുന്നത്. ബയോഗ്യാസ് ആണ്. ഗ്യാസ് ഇല്ല, മറ്റേ സാധാ ഗ്യാസ് ഇല്ല, LPG ഇല്ല. കാരണം നമുക്ക് കിച്ചണിലുള്ള വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് അതിൽ ബയോഗ്യാസ് ഉണ്ടാവും. 80 സ്ക്വയർ ഫീറ്റ് അത്രേ ഉള്ളൂ അല്ലേ? അതിൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യം ഇത് മതിയെന്നാണ് നിങ്ങളൊരു അഭിപ്രായം അല്ലേ? ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. മിനി ഫ്രിഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. കിച്ചണിന് പുറത്തേക്ക് വഴിയില്ല. നമ്മള് ഈ ഇടനാഴികയാണ് ഇവിടെ നിന്നാണ് പുറത്തേക്ക് വഴി വരുന്നത്. അപ്പൊ അതാണ് ബയോഗ്യാസിന്റെ ടാങ്ക്. അപ്പൊ കിച്ചണിൽ വരുന്ന വേസ്റ്റ് ഒക്കെ അതിൽ കൊണ്ടുപോയിടുക. അതെ, ചാണകം ഇടണ്ടേ? ആദ്യത്തില് നമ്മള് ചാണകം ഫില്ല് ചെയ്തിട്ട് കുറച്ച് ദിവസം വെക്കുന്ന സമയത്ത് അതില് സൂക്ഷ്മാണുക്കൾ വർദ്ധിച്ചു വരും. അതിനുശേഷം നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റും. അപ്പൊ ആ വേസ്റ്റിന്റെ വരുന്ന ഗ്യാസ് അപ്പൊ ഫുള്ളായിട്ട് അതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെ കിട്ടും കണ്ടിന്യൂസ് ആയിട്ട്. ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ്. അപ്പൊ വേറെ ഗ്യാസിന്റെ ആവശ്യം വരുന്നില്ല. സാധാരണ ഓട് വീടുകൾക്കുള്ള ഒരു പ്രധാന പ്രശ്നം നമ്മളെ ഈ ട്രസ്സിന്റെ ഇടയിൽ കൂടെ, ഉത്തരത്തിന്റെയും കഴുക്കോലിന്റെയും ഇടയിൽ കൂടെ എലി, മരപ്പട്ടി ജീവികൾ ഉള്ളിലേക്ക് കയറും. അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വി ബോർഡിന്റെ പീസുകൾ വെച്ചിട്ട് അതിന്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഓരോ കഴുക്കോലിന്റെ അറ്റം നമ്മൾ കട്ട് ചെയ്ത അറ്റം വേറെ പീസ് വെച്ച് അടക്കേണ്ടി വരും. ഇത് ഒന്നിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു കാഴ്ചയായി, അതിന് സെപ്പറേറ്റ് കളർ അടിക്കുന്ന സമയത്ത് അതും ഒരു സൗന്ദര്യമാവും, പിന്നെ അടയുകയും ചെയ്യും. അപ്പോൾ ഓരോന്നോരോന്ന് അടയ്ക്കണ്ട, പെട്ടെന്ന് പണി കഴിയും. അതെ അതെ. ഒരു പഴയ വീട് പൊളിച്ചപ്പോൾ ആ ഓട് മൊത്തം വാങ്ങിയതല്ലേ? അപ്പോൾ അത് പെയിന്റ് ഒന്നും അടിക്കാതെ തന്നെ ചെയ്യേ? പെയിന്റ് അടിച്ചില്ലല്ലേ? ശരി. പെയിന്റ് അടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫിനിഷിംഗ് നഷ്ടപ്പെടും. അപ്പോൾ ഓടിനെ ഡാമേജ് വരും, കേടുവരാൻ സാധ്യത ഉണ്ടല്ലേ? വെള്ളം വലിച്ചെടുക്കും. അതേപോലെ തന്നെ അതിൽ ഇട്ട് അപ്പൊ ഈ അതിര് കൃഷിസ്ഥലം കൂടി ആക്കി, അതിര് സ്ഥലം വെറുതെ വേസ്റ്റ് ആക്കി ഇടണ്ട. അതിൻ്റെ ഉള്ളിൽ ചീര വെച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ വിവിധ ഇനം ചേമ്പുകളാണ്. ഇത് ഇന്തോനേഷ്യൻ ചേമ്പാണ്. അങ്ങനെ 12ഓളം ഇനം ചേമ്പുകൾ ഇതിലുണ്ട്. അപ്പോൾ അത്യാവശ്യം ചീരയൊക്കെ എല്ലാ സമയത്തും ചീര വറക്കാണ്ടാവും അല്ലേ? ഇത് 1 വർഷം വരെ വിളവ് കിട്ടുന്ന ചീരയാണ്. വൈഗ എന്നാ പേര്. വൈഗ. അപ്പോൾ വീടിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മുറ്റൊക്കെ ചെറിയ മുറ്റുള്ളൂ അല്ലേ? അതെ, അത്ര മതി. കണക്ക് പ്രകാരമുള്ള മുറ്റ ആണല്ലേ? ഈ കല്ലൊന്നും ഒരു കാലത്തും കേടില്ലല്ലോ അല്ലേ? എത്ര കാലം വേണമെങ്കിലും. ഇത് നല്ല കടുപ്പുള്ള കല്ലാണ്, സാന്ദ്രത കൂടിയിട്ടുള്ള കല്ലാണ്. ഒരു പോളിഷ് പോലും ഇല്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത് ഒരു കേടും കൂടാതെ അങ്ങനെ നിൽക്കുന്നതാണ്
അതാണ് ചെങ്കല്ലിന്റെ പ്രത്യേകത അല്ലേ? വേറെ ഏത് കല്ലാണെങ്കിലും പ്ലാസ്റ്റർ ചെയ്തില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ഡാമേജ് വരും. ഇത് കാലാവസ്ഥ മാറി വന്നാലും ചെങ്കല്ലിനെ ബാധിക്കില്ല. ചെങ്കല്ലിന് ഉറപ്പ് കൂടുകയുള്ളൂ. വെട്ടി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചെങ്കല്ലിന് ഉറപ്പ് കൂടുക ചെയ്യുക. പിന്നെ നമ്മൾ ചുറ്റും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ബുഷ് ഓറഞ്ച് വെച്ചിട്ടുണ്ട്. ഇത് അബിയു ആണ്. പിന്നെ അവിടെ കുളമ്പ് മാവുണ്ട്. അതിനപ്പുറത്ത് നമ്മള് മുള്ളൻചക്ക, മുള്ളാത്ത എന്ന് പറയുന്നത്. പിന്നെ ചെറുനാരകം വെച്ചിട്ടുണ്ട്. പപ്പായ വെച്ചിട്ടുണ്ട്. മുകളിൽ കവുങ്ങ്, ചേനയൊക്കെ കൃഷിയുണ്ട്. വാഴ ഉണ്ടായിരുന്നു. പിന്നെ ആ സൈഡിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. ചാമ്പക്ക ഉണ്ട്, സീതപ്പഴം ഉണ്ട്, എല്ലാം ഉണ്ട്. റംബുട്ടാനൊക്കെ വെച്ചതാണ് അല്ലേ? വീട് പണി കഴിഞ്ഞിട്ട് 2 മാസം ആയത്. 2 മാസമായി. 2 മാസം കൊണ്ട് ആ ഒരു വളർച്ച ഒക്കെ ഇത് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് കഴിഞ്ഞ സീസണിൽ വെച്ചാണ്. ഒരു വർഷത്തെ വളർച്ച ഇതിനൊക്കെ ആയിരുന്നു. ഇതുപോലെ ഒരു വീട്, ഒരു ശാന്തമായിട്ടുള്ള സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇതുപോലെ ചെറിയൊരു കുഞ്ഞു വീട് മതി എന്നാണ് നമ്മുടെ സിദ്ധാർത്ഥേട്ടൻ്റെ അഭിപ്രായം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ആ താല്പര്യത്തിനനുസരിച്ച് അവരവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീട് അവരവർ വെക്കുക. ഇതുപോലെ ഈ ഒരു പ്രകൃതി ഇഷ്ടപ്പെടുന്ന, കൃഷി ഇഷ്ടപ്പെടുന്ന, ഈ ഒരു ചെറിയൊരു വീട് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതേ രീതിയിലുള്ള വീടുകൾ വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ നല്ല ഡിസൈനൊക്കെ സിദ്ധാർത്ഥേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ്ങിനും മറ്റും ആവശ്യത്തിന് നിങ്ങളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ വെക്കാം. അപ്പോൾ സിദ്ധാർത്ഥേട്ടൻ്റെ തന്നെ വീടുകൾ ഇനി നമുക്ക് കാണാനുണ്ട്. അടുത്ത വീടുകളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം. ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപ്പോൾ സിദ്ധാർത്ഥേട്ടാ, താങ്ക് യു, നന്ദി.